നല്ല കുറിയ ചാറോട് കൂടിയ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യത്തെ ആ ബ്ലഡൊക്കെ ഉണ്ടല്ലേ അതൊന്ന് കഴുകി കളഞ്ഞതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാം. അന്നേരം ആ ചിക്കൻ്റെ ആ ഒരു ഉളുമ്പ് സ്മെല്ലും ബ്ലഡൊക്കെ നന്നായിട്ട് പോയി നന്നായി നമുക്ക് പിന്നെ കഴുകി വാരിയെടുക്കണം ഒരു 3-4 പ്രാവശ്യം. ഞാൻ 3-4 പ്രാവശ്യം എന്ന് പറഞ്ഞാലും നമ്മുടെ ചിക്കൻ്റെ കഴുകുന്ന വെള്ളം ക്ലിയർ ആവുന്നിടം വരെ ഒന്ന് കഴുകി കൊടുക്കണേ. എന്നിട്ട് ഞാൻ 2 വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 കുടം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതൊരു 1.5 കിലോ ചിക്കനുണ്ട്, അതിൻ്റെ അളവായി പറയുന്നത്. ആദ്യം ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം സൈസിലെ 2 സവാള ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് സവാള ആ മോട ഒന്ന് ഇച്ചിരി ഒന്ന് നീട്ടി കട്ട് ചെയ്തതിന് ശേഷം അരിഞ്ഞിട്ട് കൈ കൊണ്ടൊന്ന് ഞെവിടണം. അപ്പോൾ അത് ഇതളിതളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ സവാളയൊക്കെ വറുത്ത് കോരിയെടുത്ത് ഒത്തിരി ഒന്ന് കറുത്ത് പോകല്ലേ, ഒരു കളർ മാറി വരുമ്പോൾ ഇങ്ങനെ കോരിയെടുക്കണം. അപ്പം ഞാനൊരു മീഡിയം സൈസിൽ ഒരു 5 സവാള 5 അല്ലെങ്കിൽ 6 സവാള ഇങ്ങനെ നീളത്തിലരിഞ്ഞത് ആ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു ഇച്ചിരി ഉപ്പും ഇതൊന്ന് വഴറ്റിയെടുക്കാമേ. ഈ സവാളയൊക്കെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചൊക്കെ കൊടുക്കാമേ. എനിക്കന്നേരം ഈ ചീനച്ചട്ടിക്കകത്ത് പറ്റാത്തത് കൊണ്ട് ഞാൻ ഉരുളിയിലോട്ട് വീണ്ടും ആ വഴന്ന സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരിയും 1 ടേബിൾ സ്പൂൺ മിക്സ്, അതൊരിച്ചിരി എരിവും അല്ലാത്തതുകൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ്. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയിൽ വ്യത്യാസം വരുത്താമേ. ഇനി ചെറിയ തീയിൽ ഇതിൻ്റെയൊക്കെ പച്ചമണം പോകണം വരെ, ഈ മസാലയുടെ പച്ചമണം പോകണം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം മസാലയുടെയൊക്കെ പച്ചമണം പോയി. ഞാൻ ഈ ചിക്കൻ്റെ അകത്ത് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 3/4 മണിക്കൂർ വെച്ചിരുന്ന ചിക്കനായത് അതിനി ഇതിലോട്ടൊന്ന് പറക്കിയിട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇപ്പം ഞാൻ തീ കൂട്ടി വച്ചേക്കുക. അപ്പം എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് തീ ഒരു ഇച്ചിരി കുറച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഞാനൊരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് അടി പിടിക്കാതിരിക്കാൻ. അപ്പോൾ എന്നിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. ഞാനൊരു ഇച്ചിരി നേരം ഒന്ന് അടച്ച് കൊടുത്ത് അപ്പം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അവിടെ കിടന്നൊന്ന് ആ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വറുത്ത സവാള തണുത്തപ്പം ഞാനതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഈ സമയത്ത് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അത് വേഗം വയ്ക്കാമേ. ഇത് ഒരു 10 മിനിറ്റായി. ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ. ഇതിപ്പം നന്നായി തിളയ്ക്കുന്നുണ്ട്. ഞാൻ ഇതിൽ നിന്ന് നമ്മൾ വെന്തോന്ന് നോക്കാനായിട്ട് എപ്പോഴും എല്ലുള്ള ഒരു പീസ് എടുത്ത് നോക്കണേ. അപ്പം ആ എല്ലിൽ നിന്ന് വിട്ട് വരുവാണെങ്കിൽ ചിക്കൻ വെന്തെന്നർത്ഥം. ബോൺലെസ് പെട്ടെന്ന് വേവും, അതുകൊണ്ട് എല്ലിൻ്റെ അകത്തുള്ള മാംസം എടുത്ത് നോക്കണം. അപ്പം ഞാനിതൊന്ന് നോക്കിയുണ്ടേ ഒരു ഇച്ചിരിയും കൂടെ വേവാനുണ്ട്. ഞാൻ ഇച്ചിരിയും കൂടെ ഒന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ, അല്ലെങ്കിൽ ചാറങ്ങ് വറ്റും. അതുകൊണ്ട് കാരണം ഈ ഉരുളി നല്ല ചൂടായതുകൊണ്ട് അതിലിരുന്നു അതങ്ങ് വറ്റും. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ നോക്കിയുണ്ടേ ഇതിൻ്റെ അകത്തെ ചിക്കനൊക്കെ വെന്തു. ഞാനത് തീ ഓഫാക്കിയിട്ടേക്കുക. ഇനിയും നമുക്കിതിൻ്റെ അകത്ത് കടുക് വറുത്ത് ചേർക്കണേ. ഇപ്പം നിങ്ങൾക്ക് കടുക് വറുക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം ഇത് ഇപ്പം നന്നായി കുറേയും കൂടെ അങ്ങ് ചാറൊക്കെ വറ്റി, കുറേയും കൂടെ തണുക്കുമ്പം കുറേയും കൂടെ വറ്റും. അപ്പം ഞാൻ കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതിൻ്റെ അകത്ത് സവാളയെ ചേർത്ത്, നിങ്ങളുടെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർക്കണം. അപ്പോൾ എനിക്കിച്ചിരി എരിവ് കുറവായിട്ട് തോന്നിയുണ്ടേ ഞാൻ ഈ കടുക് വറുത്ത സമയത്ത് കുറച്ച് ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കറിവേപ്പില എല്ലാം ചേർത്ത്, ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർക്കാം. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുറിയ ചാറോട് കൂടിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഈ രീതിയിൽ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിലും പ്രയോജനമാകുകയാണെങ്കിലും വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.